Okay, quantitative aptitude training course numbers 1.5. That is chapter 1 fifth video. ആദ്യത്തെ 4 വീഡിയോസിൽ നമ്മൾ കുറേ ഷോർട്ട് കട്ട് മെത്തേഡ് ഇല്ലസ്ട്രേഷനൊക്കെ കണ്ടു, കുറേ എക്സസൈസും ചെയ്തു. ഇത് 5th വീഡിയോ ആണ്, നമ്പേഴ്സിൽ 5th വീഡിയോ. ഓക്കെ, വി ക്യാൻ പ്രൊസീഡ്. നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 45. The sum of the two numbers are 100 and their difference is 37. അപ്പം a plus b തന്നിട്ടുണ്ട്. a plus b equal to 100 and their difference is 37. a minus b തന്നിട്ടുണ്ട്, അത് 37 ആണെന്നാണ് പറഞ്ഞത്. ഇത് ഡിഫറൻസ് ഓഫ് ദെയർ സ്ക്വയേഴ്സ്. അപ്പോൾ a സ്ക്വയർ മൈനസ് b സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു a plus b ഇൻറ്റു a minus b ഫോർമുല. ദാറ്റ് ഈസ് a plus b തന്നിട്ടുണ്ട്, 100 എന്ന് തന്നിട്ടുണ്ട്. 100 a minus b 37 ആണ്, ഇൻറ്റു 37, that is 37,000. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഡി. ഓക്കെ, വെരി സിമ്പിൾ. ദെൻ 46, പ്രോബ്ലം നമ്പർ 46. The number of times 79 to be subtracted from 50,000 so that the remainder is 43,759. അതാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 50,000 is equal to ഇതാണ് 79, ഡിവൈസർ 79 ആണ്. 79 ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ തന്നിട്ടുണ്ട്. റിമൈൻഡർ എത്രയാണ് തന്നിരിക്കുന്നത്? 43759 ആണ്. The number of times 79 be subtracted, number of times 79 be subtracted from 50,000 so that the remainder is this. അപ്പോൾ നമുക്ക് കോഷ്യന്റ്, ഇത് കോഷ്യന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോഷ്യന്റ് is equal to dividend, that is 50,000 minus remainder 43759 divided by 79, that is equal to 6241 divided by 79, that is equal to 79. അതാണ്. The answer is 79, that is B. Okay, 46 B. Then 47th question. The ratio between two numbers is 3:4. അപ്പോൾ let the numbers 3x and 4x. Their sum is 420. അപ്പോൾ 3x plus 4x equal to 420 ആണ്. Implies 7x equal to 420. അപ്പോൾ x എത്ര ഇടുക? x equal to 60. The greater of the two number is, greater of the two number എത്രയാണ്? 4x ആണ്. 4 into 60, that is equal to 240. Okay, that is answer is C. Then number 48. The difference between the squares of two consecutive numbers is 35. Let the numbers x and x plus 1 ആണ് വിചാരിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ക്വയേഴ്സ് ഇതാണ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ഇതാണ് രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സും എക്സും എക്സ് പ്ലസ് 1. അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 35 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 35. That is 2x plus 1 equal to 35. That implies x equal to 17. That is x equal to 17 and x plus 1 is equal to 18. അപ്പോൾ ആൻസർ, the numbers are 17 and 18. Answer is C, 48. Then problem number 49. The 3/4 of 1/5. 3/4 of 1/5 of a number is 60. Let the number be x. അങ്ങനെയാണ് 3/4 of 1/5 of x equal to 60 എന്നാണ് തന്നിരിക്കുന്നത്.
3/4 of 1/5 of a number is 60. നമുക്ക് നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ അത് നമ്മൾ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 3x equal to ഇതാണ് 3x equal to 60 into 4 into 5. അതാണ് കിട്ടുക. that is x equal to 400. x equal to 400. That is answer is B. Then 50th problem. The square of two numbers is 80. And let the numbers be x and y. A and b. Sorry. Let the numbers be a and b. Let the numbers be a and b. Sum of the squares of two numbers is 80. 80 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് a square plus b square is equal to 80. And the square of the difference is 36. That is square of their difference, that is a minus b all square equal to 36. അതാണ് തന്നിരിക്കുന്നത്. അപ്പം a square plus b square minus a minus b all square, that is equal to 80 minus 36. അതാണ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് a square plus b square minus a square plus 2ab minus b square equal to 44. അതാണ് a square by b square by 2ab is equal to 44. ab equal to 22. ab equal to 22. That is answer A is correct. Okay. Next problem number 51. A number when divided by 357 gives a remainder 37. ഒരു നമ്പറിനെ 357 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഗിവ് ദ റിമൈൻഡർ 37. ബൈ ഡിവൈഡിങ് ദ സെയിം നമ്പർ ബൈ 17 ദ റിമൈൻഡർ. അത് കാണാനായിട്ട് നമ്മൾ 37നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 3. അപ്പം ഒരു നമ്പറിനെ 357 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 37 ആണെങ്കിൽ അതേ നമ്പറിനെ 37 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ദ ആൻസർ ഈസ് എ. അപ്പോൾ 37നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ റിമൈൻഡർ കിട്ടുന്നതായിരിക്കും. ദെൻ പ്രോബ്ലം നമ്പർ 52. The product of two numbers is 120. The sum of their square is 289. The sum of two numbers is, let a and b are the numbers. Then നമുക്ക് the sum of their squares തന്നിട്ടുണ്ട്. Sum of their squares എത്രയാണ്? Sum of their squares is equal to the sum of a plus b all square equal to a square plus b square plus 2ab. നമുക്ക് a square plus b square തന്നിട്ടുണ്ട്. Sum of their squares 289 plus 2. The product of two numbers 120 ആണ്. അപ്പോൾ 120 into 2 into 120. That is equal to sum is 529. നമുക്ക് കാണേണ്ടത് sum of the two numbers a plus b is equal to root of 529. That is equal to 23. The answer is B. Then problem number 53. The three numbers are in the ratio 4:5:6. That is, the numbers are 4x, 5x, 6x, and their average is 25. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 4x plus 5x plus 6x ഡിവൈഡ് ബൈ എൻ്റെ ആവറേജ് ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 25 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? ദിസ് 5 plus 4 9 plus 6 15x. 15x equal to 75. x equal to 5 കിട്ടും. x equal to 5. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇത് ലാർജസ്റ്റ് നമ്പർ 6x ആണ്. 6x ആണ് ലാർജസ്റ്റ് നമ്പർ. 6x equal to 30. The answer is C. C ആണ് ആൻസർ. ഓക്കെ. Then problem number 54.
എ നമ്പർ എക്സീഡ്സ് 20% ഓഫ് ഇറ്റ് സെൽഫ് ബൈ 40. ഇതാണ് ലെറ്റ് ദ നമ്പർ ബി എക്സ്. അത് എക്സ് മൈനസ് അതിന് 20%, അതിൻ്റെ 20% ആണ്. അപ്പോൾ എക്സിൻ്റെ 20% 20/100. ആ നമ്പർ അതിന് 20%-നേക്കാൾ എക്സീഡ് ചെയ്യുന്ന ബൈ 40 ആണ്. ഇതാണ് തന്നിരിക്കുന്നത്. നമ്പർ എക്സീഡ്സ് 20% ബൈ ഇറ്റ് സെൽഫ് ബൈ 40. അപ്പോൾ ആ നമ്പറിൽ നിന്ന് അതിന് 20% കുറച്ചാൽ 40 കിട്ടുമെന്നാണ്. അങ്ങനെയാണ് നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് കിട്ടും? എക്സ് മൈനസ് 5x മൈനസ് എക്സ്, ദാറ്റ് ഈസ് 4x ഈക്വൽ ടു 5x മൈനസ് എക്സ് ബൈ 5 ഈക്വൽ ടു 40. ദാറ്റ് ഈസ് 4x ഈക്വൽ ടു 200, x ഈക്വൽ ടു 50, x ഈക്വൽ ടു 50. യെസ്, ദ ആൻസർ ഈസ് എ. Then 55. 60% of 40% of a number is 8. The number is, number x ആണെങ്കിൽ x into 60% of 40% is equal to 8. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? x equal to 100 into 100 into 100 into 8 divided by 16 into 40, 16 into 40. That is equal to 125. 125. Answer is C. Okay. Problem number 56. 4767 exactly divides this number. Exactly divides this number ആണ്. അപ്പോൾ നമ്മൾ ഈ 3 ഡിജിറ്റ് ഫില്ല് ചെയ്യണം. 341നെ exactly divisible by 4767 ആണ്. അങ്ങനെയാണ് ഈ ഡിജിറ്റാണ്. അപ്പോൾ ഈ ഡിജിറ്റിലെ ഏറ്റവും അവസാനത്തെ നമ്പർ ഇവിടെ 1 ആണ്. അപ്പോൾ ഏതോ ഒരു നമ്പറിനെ ഈ 4767 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് നമ്പർ 1 ആയിരിക്കണം. അപ്പോൾ അതേതായിരിക്കും? 3 ആയിരിക്കും. 3 into 7 21. അതാണ്. അപ്പോൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന 14301 ആണ്. അതാണ്. ദെൻ ഇവിടെ എഴുതുന്ന നമ്പർ ഇതിന് ഇവിടെ ഇതാണ്. ഇവിടെ എഴുതുന്ന നമ്പർ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് ഇത് 4 ആയതുകൊണ്ട് ഇവിടെ എഴുതുന്ന നമ്പർ 4 ആയിരിക്കും. അപ്പോൾ ഇവിടെ എഴുതുന്ന നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കണം. അപ്പോൾ അത് ഏതായിരിക്കും? നമ്പർ 2 ആയിരിക്കും. 2 into this 2 into 4767 അത് എത്രയായിരിക്കും? 2 into 4 3 5 9 ആണ്. അപ്പം 1 ഇത് ഇവിടെ വന്നു. 4 + 0 4 വന്നു. ഇനി ഇവിടെ 3 കിട്ടണം. ഈ 3 കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ 3 + 3യുടെ കൂട്ടത്തിൽ എത്ര കൂട്ടം ആഡ് ചെയ്യണം? 3 + 3 6 + 7 ആണ്. അപ്പോൾ ഇവിടെ എഴുതുന്ന നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കണം. അങ്ങനെ ഏത് നമ്പറേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. 1 ആണ്. 1 into 7 7. അപ്പോൾ ഇവിടെ എഴുതുന്ന നമ്പർ 674 ആണ്. ഇതാണ് നിങ്ങൾ ആദ്യം നോക്കണ്ടേ. ഈ 1 കിട്ടാനായി ഈ 7 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും? 3 ആണ്. ദെൻ ഇത് വന്നു, ഈ 1 വന്നു. പിന്നെ ഇവിടെ 4 ആണ്. ഇവിടെ അപ്പോൾ ഇവിടെ 4 കൊണ്ട് 4 കൂടി 0 ആഡ് ചെയ്ത് 4 കിട്ടണം. 4 കിട്ടാനായിട്ട് ഈ 7 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഇതിനെ പിന്നെ നമ്മൾ ഇവിടെ കിട്ടുന്ന 3 + 3 6 6 + 7 കൂട്ടിയാലേ ഇവിടെ 3 കിട്ടുള്ളൂ. അപ്പോൾ ഈ 7 കിട്ടാനായിട്ട് ഈ നമ്പറിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ? 1. അപ്പോൾ നമുക്ക് ആദ്യം ഈ 1 എന്ന് പറഞ്ഞാൽ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ കിട്ടും. ഈ 2 എന്ന് പറയുന്നത് ഇതിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ നമ്പർ കിട്ടും. ഈ നമ്പർ എന്ന് പറയുന്നത് ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 1 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 + 3 6 6 + 7
3 1 ആണ്. ദെൻ 6 ഇത് ആഡ് ചെയ്യുമ്പോൾ 6, ദെൻ ഇത് ആഡ് ചെയ്യുമ്പോൾ 8, ദെൻ 5, ഇത് 3, ഇത് 3 കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന 5 8 6 3 4 1 ആണ്. അപ്പോൾ ഇവിടെ 3 4 1 വന്നു. ഇനി റിമൈനിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഈ 5 8 6 ആണ്. 5 8 6. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് എന്താ? 4 7 6 7നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. 4 7 6 7നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. 4 7 6 കൊണ്ടിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അല്ലെങ്കിൽ 4 7 6 7നെ 123 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടും. അപ്പോൾ y 8 6 ആണ് നമുക്ക് ഡിജിറ്റ് ഫില്ല് ചെയ്യേണ്ടത്. ആൻസർ ഈസ് ബി. ഓക്കെ. ദെൻ a number when divided by a certain divisor left remainder 241. When twice the number was divided by the same remainder, the remainder is 112. A number when divided by a certain divisor left 241. When twice the number divide the same divisor. അപ്പോൾ നമുക്കറിയുന്നുണ്ട് two numbers divided by a same divisor, remainder R1 R2 ആണ്. അതിന് സമ്മിനെ നമ്മൾ ഡിവൈസ് ചെയ്യുന്ന സെയിം ഡിവൈഡ് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിമൈൻഡർ R3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിവൈസർ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 മൈനസ് R3 ആണ്. ഇത് നമ്മൾ ഇല്ലസ്ട്രേഷൻ 23 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 241 കിട്ടും. അതിൻ്റെ ആ നമ്പറിനെ ഡബിളിനെ 241 ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ കിട്ടും. ഇനി അതിൻ്റെ സമ്മിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പറും അതിൻ്റെ ഡബിളിൻ്റെ കൂടെ സമ്മിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ R3 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡിവൈസർ R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. അതാണ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് നമ്പർ. വെൻ ഡിവൈഡ് എ സെയിം ഡിവൈസ് ലെഫ്റ്റ് റിമൈൻഡർ R1 എന്ന് പറയുന്നത് ഇവിടെ 241 ആണ്. R1 241 ആണ്. പ്ലസ് R2 എന്ന് പറയുന്നത് 241 ആണ്. അതിൻ്റെ സമ്മിനെ ഡിവൈഡ് ചെയ്യുന്ന R3 എന്ന് പറയുന്നത് 112 ആണ്. അങ്ങനെയാൽ ഡിവൈസർ ഈസ് ഈക്വൽ ടു ദിസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 370. ആൻസർ ഈസ് എ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് 58ലും. ടു നമ്പേഴ്സ് വെൻ ഡിവൈഡ് ബൈ എ സർട്ടൻ ഡിവൈസർ റിമൈൻഡിങ് 43. അപ്പോൾ R1 43 ആണ്. ആൻഡ് R2 37 ആണ്. R2 when their sum is divided by the same divisor, the remainder is 13. R3 13 ആണ്. മൈനസ് ഡിവൈസർ is equal to R1 plus R2 minus R3. അതാണ്. that is equal to divisor is equal to find the divisor is equal to R1 43 plus 37 minus 13, that is equal to 67. The answer is B. ആണ്. ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ R1 ഉം വേറൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ R2 ആണ്. ഒരു ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് സമ്മിനെ ഒരു ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ R3 ആണെങ്കിൽ ദ ഡിവൈസർ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 മൈനസ് R3. ദാറ്റ് ഈസ് ഇല്ലസ്ട്രേഷൻ നമ്പർ നമ്മൾ 23 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദെൻ അതാണ് R1 പ്ലസ് R2 മൈനസ് R3. ഒന്നുകൂടെ പറയാം. ടു നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ എ സെയിം ഡിവൈസർ, ദ റിമൈൻഡർ ഈസ് R1 പ്ലസ് R2. ആ നമ്പറിന്റെ സമ്മിനെ ഡിവൈഡ് ബൈ സെയിം ഡിവൈസർ, റിമൈൻഡർ ഈസ് R3. ദെൻ ഡിവൈസർ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 മൈനസ് R3. ഓക്കെ. ദെൻ പ്രോബ്ലം നമ്പർ 59. Two numbers such that the ratio between them is 3:5. അപ്പോൾ നമ്പേഴ്സ് 3x ഉം 5x ആണെന്ന് വിചാരിക്കുക. റേഷ്യോ ബിറ്റ്വീൻ ദം ഇസ്, ബട്ട് ഇഫ് ഈച്ച് ഈസ് ഇൻക്രീസ്ഡ് ബൈ 10, ദ റേഷ്യോ ബിറ്റ്വീൻ ദം ഈസ് 5:7. അപ്പം 10 ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ 3x ഇൻക്രീസ് ചെയ്യുന്നത് 3x പ്ലസ് 10ഉം 5x ഇൻക്രീസ് ചെയ്യുമ്പോൾ 5x പ്ലസ് 10ഉം ആവും.
അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ 5:7, ദാറ്റ് ഈസ് 5/7. ഇതാണ് 3x ഇൻക്രീസ് ചെയ്യുന്നതും 10 കൊണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ 5x 10 കൊണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഷ്യോ 5/7. സോറി, ദിസ് ഈസ് 5/7. അങ്ങനെയാണ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 5 ഇംപ്ലൈസ് ഇത് സിംപ്ലിഫൈ ചെയ്യുക. 3x + 10 × 7 ഈക്വൽ ടു 5 × 5x + 10. ദാറ്റ് ഈസ് x ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എന്തായിരിക്കും? 3x എന്ന് പറഞ്ഞാൽ 3 × 5 15 ആൻഡ് 5x 5 × 5 25. 15 and 25 answer D is correct. Then problem number 16. Divide 50 into 2 parts so that sum of their രണ്ടായിട്ടൊരു 50 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സമ്മായിട്ട് ഒന്ന് എക്സും ഇത് 50 ആണ്. സമ്മും എക്സും 50 - എക്സും. ഈ നമ്പർ 50യെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സും 50 - എക്സുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. The sum of their reciprocal is 112. Sum of their reciprocal, that is 1/x plus 1/50 - x equal to 1/12 എന്നാണ് പറയുന്നത്. 1/12. അങ്ങനെയാണെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നത് എന്തായിരിക്കും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ LCM x × 50 - x ആണ് LCM. അപ്പം ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യും? 50 - x into plus x into, okay, that is equal to 1/12. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. x² - 50x + 600 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്താൽ x ഈക്വൽ ടു 20 ആൻഡ് x ഈക്വൽ ടു 30. 20 and 30 ഡിവൈഡ് അങ്ങനെ റെസിപ്രോക്കൽ. അപ്പം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 50യെ 20:30 എന്ന അനുപാതത്തിൽ x ഈക്വൽ ടു 20 and 30. x ഈക്വൽ ടു 20 ആണെങ്കിൽ അടുത്ത പാർട്ട് 30 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 61. ഇത് സം ഓഫ് 7 numbers is 235. ഇത് average of the first 3 is 23 and the last 3 is 42. The fourth number x ആണെന്ന് വിചാരിക്കുക. The average of the first 3 number is 23 ആണ്. ഫസ്റ്റ് 3 number is 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 ആദ്യത്തെ 23 ആണ്. ദാറ്റ് ഈസ് 23 × 3 പ്ലസ് അതാണ് x പ്ലസ് ദ ലാസ്റ്റ് 3 is 42 ആണ്. ലാസ്റ്റ് 3യുടെ ആവറേജ് 42 ആണ്. അപ്പോൾ 42 × 3 ഇതാണ്. ഇതിൻ്റെ സം എത്രയായിരിക്കും? 235. ആദ്യത്തെ 3 ഫസ്റ്റ് 3യുടെ ആവറേജ് 23യും ലാസ്റ്റ് 3യുടെ ആവറേജ് 43യുമാണ്. 42. ദിസ് ഈസ് 42. അങ്ങനെയാണെങ്കിൽ മിഡിലാണ് കാണേണ്ടത്. അപ്പം ആദ്യത്തെ 3 ആവറേജ് 23 ആണെങ്കിൽ ആദ്യത്തെ 3യുടെ സം ഇതാണ്, ലാസ്റ്റ് 3യുടെ സം ഇതാണ്, മിഡിൽ ടേം ഇതാണ്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് x ഈക്വൽ ടു ഈ സിംപ്ലിഫൈ ചെയ്ത് x ഈക്വൽ ടു 40 കിട്ടും. ദാറ്റ് ഈസ് ആൻസർ ഈസ് എ. ദെൻ 62. ക്വസ്റ്റ്യൻ നമ്പർ 62. ഇത് സം ഓഫ് ദ സ്ക്വയർ ഓഫ് 2 numbers is 68. സം അപ്പോൾ നമ്പേഴ്സ് എയും ബിയും ആണെന്ന് വിചാരിക്കുക. അങ്ങനെ സം ഓഫ് ദ സ്ക്വയേഴ്സ് a² + b² ഈക്വൽ ടു 68. ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ് ഈസ് അതിന് ഡിഫറൻസിൻ്റെ സ്ക്വയർ 36 ആണ്. ദ പ്രോഡക്റ്റ് ഓഫ് 2 numbers ആണ്. ദാറ്റ് ഈസ് a - b² ഈക്വൽ ടു എന്താ a² + b² - 2ab. അതാണ് -2ab ആണ്. ഓക്കെ. ദെൻ ഇവിടെ a - b² 36 തന്നിട്ടുണ്ട്. 36 ഈക്വൽ ടു 68 - 2ab.
that is AB, 2AB is equal to 2AB equal to 32, AB equal to 16, AB equal to 16, that is answer is A. അതാണ്. Okay, then problem number 63. What is the least value of k so that the number 6735k1 is divisible by 9? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എല്ലാം കൂടെ സമ്മ് 6 + 7 + 3 + 5 + k + 1 that is equal to 22 + 9. 22 + k. ഇത് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കണം. അപ്പം ഡിവിസിബിൾ ബൈ 9 ആയിരിക്കണം. 22 + k ഡിവിസിബിൾ ബൈ 9 ആണ്. k = 5. k = 5. The answer is A. Next question. For what values of k the number 7326k2 is divisible by 8? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുക. അത് ഇത് ഈ നമ്പർ ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റും ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. ദാറ്റ് ഈസ് 6k2 ഈസ് ഡിവിസിബിൾ ബൈ 8. 6k2 ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ k = എത്രയായിരിക്കണം? k = 3 or k = 7. അപ്പോൾ ഇവിടെ 3 ഇല്ല, ഇവിടെ 7 ഉള്ളൂ. അപ്പോൾ അപ്പോൾ 632ഉം 672ഉം ഡിവിസിബിൾ ബൈ 8 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് അപ്പം മിസ്സിംഗ് നമ്പർ k = 7 ആണ്. അപ്പം ഇവിടെ 3 തന്നിട്ടില്ല, അതുകൊണ്ട് k = 7. Then find the least value of x and y so that the number 5x423y is divisible by 88. 88 ആണ്. അപ്പോൾ ഈ നമ്പർ ഡിവൈഡ് ബൈ 88 ആണെങ്കിൽ 8 കൊണ്ടും ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8 and 11 ആണ്. 8 and 11 കൊണ്ട് ഡിവൈഡ് ആയിരിക്കണം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 8 ആയിരിക്കണം. ദാറ്റ് ഈസ് ഈ ലാസ്റ്റ് 23y ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ y = 12 ആയിരിക്കണം. y = 2 ആയിരിക്കണം. y = 2 ആണെങ്കിൽ ഈ നമ്പർ എന്താവും? 5x423 y = 2 ആണ്. അപ്പം 5x423 2 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 11 ആയിരിക്കണം. അപ്പൊ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് 5 4 3. ഈവൻ നമ്പേഴ്സോ x2. സം ഓഫ് ഓഡ് നമ്പേഴ്സ് 5. This is 5 4 3. Odd numbers. Even numbers, so sum of odd numbers is equal to sum of even numbers. That is 5 + 4 + 2 4 + 3 equal to x plus 2 plus 2, that is x = 8. That is x = 8, y = 2. X = 8, y = 2. The answer is A. അതാണ്. That is ഈ നമ്പറിന് നമുക്ക് 88 ഉണ്ട്. x = 8 and y = 2. ഇവിടെ x = 8 and y = 2 ആണ്. x = 8 and y = 2 ആണെങ്കിൽ 58423 is divisible by 88 and also divisible by 8 and divisible by 11. Okay. Then problem number 66. 24 is divided into 2 parts. 7 times the first part added to 5 times the second part makes 146. The first part is അതാണ്. അപ്പം 7 times എക്സ് ആണെന്ന് ഫസ്റ്റ് പാർട്ട്. അങ്ങനെ 7 times the first part 7x
പ്ലസ് 24 ആണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ 24 മൈനസ് എക്സ് ആയിരിക്കും. 24 മൈനസ് എക്സ് ആണ് സെക്കൻഡ് പാർട്ട്. 5 ടൈംസ് ദ സെക്കൻഡ് പാർട്ട് 5. 7x plus 5 into 24 minus x is equal to 146. The first part is simplified by x equal to 13. That is answer is A. Then 67. The sum of the numbers is 132. Sum of the numbers 132. First number is twice the second number and third number is 1/3 of the first. Find the second number. Let the second number 3x ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഫസ്റ്റ് നമ്പർ ട്വൈസ് ദ സെക്കൻഡ് നമ്പർ ആണ്. അങ്ങനെയാണ് ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും? ഫസ്റ്റ് 6x ആയിരിക്കും. ആൻഡ് തേർഡ് നമ്പർ ഈസ് 1/3 ഓഫ് ദ ഫസ്റ്റ്. തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/3. ഇതിന് 1/3 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. ഇതിന് സം 132 എന്ന് തന്നിട്ടുണ്ട്. That is 3x plus 6x plus 2x equal to 132. അങ്ങനെയാണ് x equal to വെക്കുന്നത്. x equal to 12. നമുക്ക് കാണേണ്ടത് എന്താ? ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പർ എന്താ? 3x ആണ്. അപ്പോൾ 12 into 3 36. The answer is B. Okay. What least number must be added to 7231 so that the resulting number is exactly divisible by 5 and 9? 5 and 9 ആണെങ്കിൽ 5 കൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് 45 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 7231 45 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 731 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 31 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെക്കോർഡ് നമ്പർ എന്തായിരിക്കും? റിക്കേർഡ് നമ്പറിൽ നിന്ന് റിക്കേർഡ് നമ്പർ -31 പ്ലസ് 45 ആയിരിക്കും. റിക്കേർഡ് നമ്പർ -35 ദാറ്റ് ഈസ് ഈക്വൽ ടു റിക്കേർഡ് നമ്പർ -31 ദാറ്റ് ഈസ് ഈക്വൽ ടു 14. അപ്പോൾ റിക്കേർഡ് നമ്പറിൻ്റെ കൂട്ടത്തിൽ 14 ആഡ് ചെയ്യണം. വാട്ട് ലീസ്റ്റ് നമ്പർ മസ്റ്റ് ബി ആഡഡ്? 7231 ആണ്. സോറി 7231 ആണ്. What least number must be added to 7231 so that the resulting number is exactly divisible by 5 and 9? അപ്പോൾ 7231 നമ്മൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 31 ആണ്. അപ്പോൾ റിക്വയർഡ് നമ്പർ എന്തായിരിക്കും? 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 7231 അടുത്തുള്ള നമ്പർ 7231 മൈനസ് 31 പ്ലസ് 45 ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7231 പ്ലസ് 14 ആണ്. അപ്പോൾ നമ്മൾ ലീസ്റ്റ് നമ്പർ ടു ബി ആഡഡ് ഏതായിരിക്കും? 14 ആണ്. അതാണ് 68. ഓക്കെ. ദെൻ പ്രോബ്ലം നമ്പർ 69. ഫൈൻഡ് ദ നമ്പർ നിയറസ്റ്റ് ടു 9231 വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3 ആസ് വെൽ ആസ് 11. 9231 3 കൊണ്ടും 11 കൊണ്ടും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 24 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും നമ്പർ? 9231 മൈനസ് 24 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫൈൻഡ് നമ്പർ നിയറസ്റ്റ് നമ്പർ ആയതുകൊണ്ട് എന്താണ്? ഇത് 24 ആണ്. പ്ലസ് 33 ഇതായിരിക്കും നിയറസ്റ്റ് നമ്പർ. ഇതിനെ ഈ നമ്പറിനെയും 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഈ നമ്പറിനെയും 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ 9231 നിയറസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി കൂടുതലാണ് നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 9240. ദാറ്റ് ഈസ് ആൻസർ ഈസ് എ 69. ഓക്കെ. ദെൻ ഫൈൻഡ് ദ നിയറസ്റ്റ് നമ്പർ 12199. 12199 ആണ്. 12199 which is exactly divisible by the product of the first 4 prime. First 4 prime എന്ന് പറയുന്നത് 2 into 3 into 4 into 5 ആണ്. 5 into 4 4 ഇല്ല, 2 into 3 into 5 into 7 that is equal to 210. അപ്പോൾ ഇതിനെ 210 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 210 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 210
ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ 19 ആയിരിക്കും. അപ്പോൾ 12199 മൈനസ് 19 210 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നിയറസ്റ്റ് നമ്പർ. 210 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിയറസ്റ്റ് നമ്പർ ഇതിന് നിയറസ്റ്റ് നമ്പർ ദിസ് ഈസ് ഈക്വൽ ടു 12180. 12180 ആണ് കേട്ടോ. 12180 ആണ്. റൈറ്റ്, 12180. ഫൈൻഡ് ദ നിയറസ്റ്റ് നമ്പർ ഇസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫോർ. ഇത് നമ്മൾക്ക് 121 ഇതാണ് 80 ആണ് വേണ്ടത്. ഇവിടെ 80 ആണ് വേണ്ടത്. 12180 ആണ് വേണ്ടത്. ഓക്കെ, 19 ആണ് റിമൈൻഡർ. ഓക്കെ, ദെൻ 71. The sum of the squares of first two numbers 90 and the square of their difference is 46. അപ്പോൾ എക്സും വൈയും ആണെന്ന് വിചാരിക്കുന്ന നമ്പർ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 90. ഡിഫറൻസ് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 46. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. That is equal to 90 minus 2xy. X minus y square എന്ന് പറഞ്ഞാൽ 46. 46 equal to 90 minus 2xy. That is 2xy equal to 44. 2xy equal to 44. 2xy equal to 44. xy equal to 22. Okay. Then problem number 72. If 40% of a number is 360, what will be the 15% of that number? അങ്ങനെ വേണം. അതാണ്. ലെറ്റ് ദ നമ്പർ ബി എക്സ്. ഇവിടെ നമ്മൾ 15% അഡീഷൻ ഉണ്ട്. ലെറ്റ് ദ നമ്പർ ബി എക്സ്. അങ്ങനെയാണ് 40% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ആണ്. എക്സ് ഇൻറ്റു 40% ഈക്വൽ ടു 360 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു 900 ആണ്. 15% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15% ഓഫ് 900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ഇൻറ്റു 15/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 135. 135ന്റെ 15% 15% ഓഫ് 1 ഇതാ 15% ആണ്. ദെൻ 15% ഓഫ് 15% ആണ്. 15% 135 ആണ്. ആ 15%ന് ഈ 15% ആ ക്വസ്റ്റിൻ്റെ അകത്ത് 15% ഓഫ് ദാറ്റ് നമ്പർ എന്നുള്ളൂ. 15% ഓഫ് 15% ഓഫ് നമ്പർ. അപ്പോൾ 15% ഓഫ് 135 ഈസ് ഈക്വൽ ടു 135 ഇൻറ്റു 15/100. 15/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 20.25. 20.25 ദാറ്റ് ഈസ് 20.25 എന്ന് പറഞ്ഞാൽ 20 ആൻഡ് ക്വാർട്ടർ. 20.25 ആണ്. ദാറ്റ് ഈസ് 20 ആൻഡ് ക്വാർട്ടർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൻസർ ഈസ് 20.24. 21/4 ആണ് ആൻസർ. ദാറ്റ് ഈസ് ആൻസർ ഈസ് എ. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ നമ്പേഴ്സിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 73. ദ സം ഓഫ് ദ ടു ഡിജിറ്റ് നമ്പർ ഈസ് 8. അപ്പോൾ എക്സും വൈ എക്സ് വൈ ആണെന്ന് വിചാരിക്കുക സം ഓഫ് ദ 2 ഡിജിറ്റ് നമ്പർ. ദെൻ 10x പ്ലസ് വൈ ആണ് നമ്പർ. സം ഓഫ് ദ നമ്പർ എത്രയാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8. നമ്പർ 10x പ്ലസ് വൈ ആണ്. ഡിജിറ്റ് എക്സും വൈയും ആണ്. അപ്പോൾ നമ്പർ 10x പ്ലസ് വൈ. ഇഫ് ദ ഡിജിറ്റ്സ് ആർ റിവേഴ്സ് ദ നമ്പർ ഈസ് ഇൻക്രീസ് ബൈ 54. ഡിജിറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ YX ആവും. അപ്പോൾ നമ്പർ എങ്ങനെയായിരിക്കും വായിക്കുക? 10y പ്ലസ് എക്സ് ആണ്. 10y പ്ലസ് എക്സ് ഇൻക്രീസ് ചെയ്യുന്ന എത്ര? ആദ്യത്തെ നമ്പർ റിവേഴ്സ് ചെയ്തിരുമ്പോൾ 10y പ്ലസ് എക്സാ. അത് ആദ്യത്തെ നമ്പറിനേക്കാൾ 54 അധികമാണ് പറഞ്ഞിരിക്കുന്നത്. 54 അധികമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ y മൈനസ് എക്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. 6 ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് x പ്ലസ് വൈ ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. x പ്ലസ് വൈ ഈക്വൽ ടു 8. This is equation number 1. This is equation number 2. X plus y is equal to 8 and y minus x equal to 6. അങ്ങനെയാണെങ്കിൽ x equal to എന്തായിരിക്കും?
x equal to 1 and x equal to 1 and y equal to 7. അപ്പം നമ്പർ ആയിരിക്കുകയാണ് നമ്പർ 10x plus അപ്പോൾ 10x plus y that is 17. x 1 y 7 ആണ്. അപ്പം 17 ആണ് നമ്പർ. 17 തിരിച്ചിട്ടാൽ 71. അത് 54നേക്കാൾ 17 is equal to തിരിച്ചിട്ട് കഴിഞ്ഞാൽ 71 is equal to 17 plus 54. ഇവിടെ നമ്മൾ നമ്പേഴ്സ് തീരുകയാണ്. ഓക്കെ, താങ്ക് യു.